അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് iPhone 16 Pro Maxൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു ഫോൺ ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 2 ആഴ്ചയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 ആഴ്ച ഞാൻ എടുത്തിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫോൺ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1.5 ആഴ്ച എടുക്കും ഈ ഒരു ഫോണിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് തന്നെ ഏകദേശം ഒരു 2 ആഴ്ച നമുക്ക് എന്തായാലും യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ റിവ്യൂ പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ ഒരു യൂസർ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്കൊരു മെയിൻ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തത്. ഇപ്പം നിങ്ങളൊരു 15 Pro Max നിന്നാണ് നിങ്ങളൊരു 16 Pro Maxലേക്ക് അപ്ഗ്രേഡ് ചെയ്യണോ വേണ്ടതായിരിക്കും ഒത്തിരി പേരുടെയും ഡൗട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു 15 Pro Max യൂസർ ആണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടും അപ്ഗ്രേഡ് ചെയ്യേണ്ടെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് 15 Pro Maxും 16 Pro Maxും തമ്മിൽ വലിയ ഡിഫറൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. സ്പെക്കും കാര്യങ്ങൾ ഏകദേശം സെയിം ആണ്. ആകെ നമുക്ക് ഒരു ചേഞ്ച് വരുന്നത് ഈ ഒരു ക്യാമറ ബട്ടണും പിന്നെ നമുക്ക് വരുന്ന 18 Pro എന്ന് പറയുന്ന ആ ഒരു ചിപ്പ് മാത്രമാണ്. ഇപ്പം നിങ്ങളുടെ ഫോണിൽ ഇപ്പം ഈ ഒരു ക്യാമറ ബട്ടൺ നിങ്ങൾക്ക് തീർച്ചയായും വേണം എന്ന് താല്പര്യമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 16 Pro Max എടുക്കാം. കാരണം നമ്മളെല്ലാവരും ഈ ഒരു സ്ക്രീൻ തന്നെയാണ് ഈ ഒരു ക്യാമറ കാര്യങ്ങളൊക്കെ ഇത്രയും നാളും യൂസ് ചെയ്തത്, ഇത്രയും വർഷമായിട്ട്. അപ്പോൾ ആ ഒരു സ്ക്രീനിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുക. നമുക്ക് പ്രിസൈസായിട്ടുള്ള കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രീനിൽ തന്നെയാണ് ചെയ്യാൻ എളുപ്പം. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കാം. അപ്പം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതിനകത്ത് ഈ രീതിയിൽ നമുക്ക് വീഡിയോയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഇനി ഒരു അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കും ഇത് യൂസ്ഡ് ആവാനായിട്ട്. പക്ഷേ നമുക്ക് നമ്മുടെ ഈ ക്യാമറയിൽ പോയിട്ട് നമ്മൾ സ്ക്രീനാണ് ചെയ്യുന്നത്. നമുക്ക് കുറച്ചുകൂടെ എളുപ്പം തന്നെ എവിടെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമോ, നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഓപ്ഷൻസിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു ബട്ടൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ക്യാമറ ബട്ടൺ മെയിൻലി ഇപ്പം ഞാൻ യൂസ് ചെയ്യാറില്ല. കാരണം ഞാൻ മെയിനായിട്ടും എൻ്റെ സ്ക്രീൻ തന്നെയാണ് യൂസ് ചെയ്യാറ്. എൻ്റെ മെയിനായിട്ടുള്ള എല്ലാ ക്യാമറ കാര്യങ്ങൾക്ക് ഞാൻ സ്ക്രീൻ തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇനി ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ യൂസ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബട്ടണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. രണ്ടെന്ന് പറഞ്ഞാൽ A18 Pro എന്ന് പറയുന്നൊരു ചിപ്പാണ്. അപ്പോൾ ഈ ഒരു ചിപ്പിൻ്റെ മെയിൻ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന അപ്ഡേറ്റ്സിന് വേണ്ടിയുള്ളൊരു പവർഫുൾ ചിപ്പാണ്. ഇപ്പോൾ കറൻലി നമുക്ക് ഈ ഒരു ഫോണിൽ 16 Pro Max വന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഫീച്ചേഴ്സ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഈ ഫീച്ചേഴ്സ് ഇല്ലാതെ ഈ ഒരു A18 Pro ചിപ്പ് എന്ന് പറയുന്നത് തികച്ചും യൂസ്ഫുൾ ആണോ എന്ന് എനിക്ക് അറിഞ്ഞത്. കാരണം അത്രയും വലിയൊരു പവർഫുൾ ആയിട്ടുള്ള ചിപ്പ് നമുക്കിപ്പോൾ കറൻറ്റ് ആവശ്യമില്ല. 15 Pro Max തന്നെ നമുക്ക് അത്യാവശ്യം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്പ് തന്നെയാണ് ഉള്ളത്. അതിനകത്ത് നമുക്ക് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഞാൻ മുമ്പ് ഒരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആപ്പിൾ ഇൻ്റർനെറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തായിരുന്നു 15 Pro Maxൽ. അപ്പോൾ അതിനകത്ത് തന്നെ അത്യാവശ്യം വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ആ ഒരു ഫീച്ചേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു A18 Proയുടെ ഒരു മെയിൻ യൂസ് നമുക്ക് ഇനി വരാൻ പോകുന്ന ഹെവി ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്യാനുള്ള അത്രയും പവർഫുൾ ആയിട്ടൊരു ചിപ്പാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. അത് ഇപ്പം കറൻറ്റ് ഫീച്ചേഴ്സ് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു 16 Pro Max എടുക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഫോണിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഇപ്പം യൂസ് ചെയ്തപ്പോൾ എനിക്ക് മെയിനായിട്ട് 2 ദോഷങ്ങളാണ് ഈ ഒരു ഫോണിൽ മനസ്സിലായത്. ബാക്കി നോർമലായിട്ട് ഒരു 15 Pro Max യൂസർ ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഒരു ചേഞ്ച് ഒന്നും ഇതിനകത്ത് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ സ്പെക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ഇപ്പം കൂടെ യൂസ് ചെയ്യുന്നത് 16 Pro Max ഡെസേർട്ട് ടൈറ്റാനിയം വേർഷനാണ്. 256 GB ആണ് ഇതിൻ്റെ ഒരു സ്റ്റോറേജ് വരുന്നത്. അപ്പോൾ ഞാൻ 2 ആക്സസറിനകത്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആക്സസറീസ് കൂടി ഉടനെ ഞാൻ ചെയ്യുന്നുണ്ട്. 1-2 ആക്സസറീസ് വരാനുണ്ട്. കേസ് പിന്നെ ക്യാമറ പ്രൊട്ടക്ടർ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉടനെ വരും. ഇതൊക്കെ ഞാൻ ഇപ്പം ലോക്കൽ ഷോപ്പിൽ നിന്ന് ഇപ്പോൾ 2 ആഴ്ചത്തേക്കുള്ള യൂസേജിന് വേണ്ടി മാത്രം ഞാൻ ചെയ്തതാണ്. ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഉണ്ട്, ഒരു ക്യാമറ പ്രൊട്ടക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ക്യാമറ പ്രൊട്ടക്ടർ എന്തായാലും ഞാൻ ഉടനെ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഓർഡർ ചെയ്താൽ ഉടനെ എത്തുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു മാക്സ് ആയിട്ടുള്ള ഒരു ഏതെങ്കിലും ആക്സസറീസ് കൊണ്ടുപോയി നിങ്ങൾക്ക് എന്തുകൊണ്ടും ഈ ഒരു ഡിവൈസായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ 15 Pro Maxൽ ഒത്തിരി ഒരു ആക്സസറീസ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ആക്സസറി എല്ലാം നമുക്ക് ഈ ഒരു ഫോണുമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് നമുക്ക് ഞാൻ മെയിനായിട്ടും വന്നിരിക്കുന്ന മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ബട്ടൺ, ക്യാമറ ബട്ടൺ നമുക്ക് ഇവിടെ കൺട്രോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറ ബട്ടൺ നമുക്ക് 2 രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് നമുക്ക് സിംഗിൾ ക്ലിക്കിലും നമുക്ക് ഡബിൾ ക്ലിക്കിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നിങ്ങളിപ്പം ഫോണിങ്ങനെ എവിടെയാണ് നമ്മളിപ്പോൾ ഫോണിങ്ങനെ വെച്ച് ഈ സമയത്ത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ആക്സിഡൻറ്റ് നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നിങ്ങൾക്ക് ഇത് ഡബിൾ പ്രസ് കൊടുത്ത് മാത്രം ആക്ടിവേറ്റ് ആക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ ബട്ടൺ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ഫോൺ എടുക്കുന്ന സമയത്ത് ഈ ഒരു ബട്ടൺ അറിയാതെ തന്നെ ആക്ടിവേറ്റ് ആവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡബിൾ ക്ലിക്കിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വീഡിയോക്ക് വേണ്ടിയാണ് സിംഗിൾ ക്ലിക്കിൽ ഞാനത് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആയിട്ട് തന്നെ വരുന്നത്. നമുക്ക് ഇന്നത്തെ ഡിസ്പ്ലേ 6.9 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഇപ്പം കറൻറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ഐഫോണിൻ്റെ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത്. ബെസൽസൊക്കെ വളരെ ചെറുതായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആട്ടാണത് ഈ ഒരു സൈസ് ഇപ്പോൾ ആ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചുകൊണ്ടാണ് കുറച്ചും കൂടി അധികമായിട്ട് തോന്നുന്നത്. കറൻറ്റ്ലി ഇതിന് വളരെ സ്ലിം ആയിട്ടുള്ള ബെസൽസാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിനകത്തൊരു A18 Pro എന്ന് പറയുന്നൊരു ചിപ്പ് വന്നിട്ടുണ്ട്. അതാണ് ഇപ്പം ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ചിപ്പ്. കറൻറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഐഫോൺസിൽ നിന്നും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്പാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്.
പിന്നെ നമുക്കിതിനകത്ത് വന്നിട്ട് കുറച്ചധികം കോസ്മെറ്റിക് ചേഞ്ചസ് അങ്ങനെ വേറെ കാര്യങ്ങൾ മാത്രമുണ്ട്. അതായത് നമുക്കിതിനകത്ത് ക്യാമറസിൽ നമുക്ക് ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനെ ജസ്റ്റ് കാണിച്ചാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ഇവിടെ നമുക്ക് നോവൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ക്വയർ ബട്ടൺ കാണുന്നതായിരിക്കും. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഫീച്ചേഴ്സ്, അതായത് നമുക്ക് മുമ്പ് ഫീച്ചേഴ്സ് ഉണ്ടായ കണക്ക് നമുക്കിപ്പോൾ കുറച്ചധികം ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കളേഴ്സ് ചെയ്യാൻ കാണാൻ പറ്റി. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് കാണിച്ചു തരാം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കളർ ചെയ്യാമെന്ന് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ഇതിൻ്റെ കളർ നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം വളരെ നല്ലൊരു ഫിൽറ്റർ തന്നെ നമുക്ക് അകത്ത് കിട്ടുന്നുണ്ട്. നമുക്ക് വേണ്ടുന്ന സ്റ്റൈലിലേക്ക് നമുക്കിത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് നമുക്ക് ഒരു മെയിനായിട്ട് ഫീച്ചർ നമുക്ക് ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമുക്കിതിനകത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്ത് ക്യാമറയിൽ നമുക്കിപ്പം അൾട്രാ വൈഡ് നമുക്കിപ്പം 14 മെഗാ പിക്സലാണ് വണ്ടി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 12 ആയിട്ട് നമുക്ക് 14 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറ ലെൻസ് നമുക്കിതിനകത്ത് വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം ആണ്. പിന്നെ എൻ്റെ 4K 120 ഫ്രെയിംസ് പെർ സെക്കൻഡ് നമുക്കിപ്പം വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് വളരെ നല്ല സ്ലോ മോഷൻ വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതിനകത്ത് ഓഡിയോ മിക്സിംഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് നമുക്കിപ്പം ഇൻ്റലിജൻ്റ് ആയിട്ട് ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി വന്നിട്ട് ആ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചിട്ട് വളരെ ക്വയറ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 രീതിയിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് സ്പേഷ്യലും ഒന്ന് സ്റ്റീരിയോയിൽ. പിന്നെ മോഡലിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റീരിയോയും സ്പേഷ്യലായിരിക്കും മെയിനായിട്ടും ആൾക്കാർ യൂസ് ചെയ്യുക. ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ജസ്റ്റ് സെറ്റിംഗ്സ് എടുത്ത് താഴെ ഒന്ന് ക്യാമറ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടും റെക്കോർഡ് സൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കണ്ട് നമുക്ക് സ്പേഷ്യലും ഉണ്ട് സ്റ്റീരിയോ ഉണ്ട്. ഈ സ്റ്റീരിയോ ഇട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എല്ലാം നിങ്ങൾക്ക് എനിക്ക് കേൾക്കുന്നതായിരിക്കും. പക്ഷേ സ്പേഷ്യൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് വളരെയധികം കുറഞ്ഞായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് വിൻഡ് സൗണ്ടൊക്കെ കുറയ്ക്കാനായിട്ട് ഇവിടെ കണ്ടും വിന്നേഴ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഇതെല്ലാം ഇനേബിൾഡ് ആക്കി വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ഡീസൻ്റ് ആയിട്ടൊരു മൈക്ക് യൂസ് ചെയ്ത് തന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്ത രീതിയിലുള്ള ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് തന്നെ മേജർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേയിൽ നമുക്കിപ്പോൾ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ളൊരു ഡിസ്പ്ലേ നമുക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് 1 ഹെർട്സിലേക്ക് നമുക്ക് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് കുറച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് വളരെ നല്ലൊരു അപ്ഗ്രേഡാണ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം വളരെ നല്ല ബ്രൈറ്റ്നസ് തന്നെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു മേജർ അപ്ഗ്രേഡ് വന്നിരിക്കുന്നത് നമുക്ക് ബാറ്ററി ലൈഫാണ്. ബാറ്ററി ലൈഫ് എത്രയാണ് ഇപ്പോൾ അപ്ഗ്രേഡ് ആയിട്ടുണ്ടെന്ന് ഇതുവരെ ആപ്പിൾ പുറത്ത് വിട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അത്യാവശ്യം വളരെ നല്ലൊരു ബാറ്ററി ലൈഫ് തന്നെ എനിക്കൊരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഫുൾ ടൈം മൊബൈൽ ഡേറ്റ യൂസ് ചെയ്തെങ്കിൽ തന്നെ എനിക്ക് 50 Pro Max കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്ക്രീൻ ടൈം നമുക്ക് ഈ ഒരു 60 Pro Max നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ഈ ഒരു ഫോൺ ഇപ്പം ഇത്ര നാൾ യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു. ഇതിൻ്റെ കൂടുതൽ ഇൻഡെപ്തായിട്ടുള്ള വീഡിയോസ് പിന്നീട് എന്തെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു 16 Pro Max യൂസ് ചെയ്യാൻ പറ്റുന്ന ആക്സസറീസ് വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പം അതിനൊക്കെ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ വരപ്പെട്ടിലേക്ക് അപ്പം കൂട്ടലിൽ ജസ്റ്റ് ഒന്ന് ഷെയർ കൊണ്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാനായിരിക്കും. See you.